ചായപ്പൊടിയും പഞ്ചസാരയും വേണമല്ലോ. ചായപ്പൊടിയും പഞ്ചസാരയും ഇതാണ് ഈ അടുക്കളയുടെ കുഴപ്പം. എവിടെയാണ് പഞ്ചസാരയും ചായപ്പൊടിയും ഒന്നും മനസ്സിലാകത്തുമില്ല. എന്താ മോനെ തരയുന്നേ? അമ്മമ്മ, ഞാനേ ഒരു ചായ ഇടാന്ന് വിചാരിച്ചു. അയ്യോ, ഞങ്ങളോട് പറഞ്ഞാ പോരാ, ഞങ്ങൾ ഇട്ട് തരത്തില്ലയോ? അല്ല, അത് കുഴപ്പമില്ല, ഞാൻ തന്നെ ചായ ഇട്ടോളാം. മോനിങ്ങോട്ട് മാറ്, ഞാൻ ഇട്ട് തരാം. അല്ലല്ല, ഞാൻ തന്നെ ഇട്ടോളാന്ന്. എന്റെ വെള്ളം തിളയ്ക്കുന്ന മക്കളെ, മക്കൾ ഇങ്ങോട്ട് മാറ്. അതാ പറഞ്ഞ വെള്ളം തിളയ്ക്കുന്നത്. എനിക്ക് ചായപ്പൊടിയും പഞ്ചസാര എവിടെ ഇരിക്കുന്ന അറിയത്തില്ല. അമ്മമ്മ ഒന്ന് കാണിച്ചു തരോ? മോനൊരു കാര്യം ചെയ്യ്, അപ്പുറത്ത് ചെന്നിരിക്കും, ചായ ഇട്ട് അമ്മൂമ്മ അങ്ങോട്ട് കൊണ്ടുതരാം. ചേടാ, എന്നമ്മാ സിദ്ധുവിന് ചായ വേണോന്ന്. തള്ളുക, ഞാൻ പോട്ട് ഞാൻ ചായ ഇട്ടോണ്ടിരിക്കുക. വേണ്ട സിദ്ധു. അല്ല, എന്റെ ഈ വെള്ളം തിളച്ചോണ്ടിരിക്കുക. എനിക്ക് പഞ്ചസാരയും മറ്റേ ചായപ്പൊടി എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. വേണ്ട, ഞാൻ ഇട്ട് തരാം. അല്ലെന്നേ, ദുബായിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചായക്ക് ഇട്ട് കുടിക്കാറ്. അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കാൻ ഒരു മൂഡ്. അതിനിപ്പം മോൻ ദുബായിലല്ലോ, ഇവിടെ അല്ലേ. എന്നാലും ഒറ്റയ്ക്ക് ഉണ്ടാക്കാനുള്ള ഒരു കൗതുകം. എന്നാ പിന്നെ ഇങ്ങോട്ട് മാറി, ഞാൻ എടുത്തു തരാം. ഓക്കെ. എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? ചായപ്പൊടി, പഞ്ചസാര, ബാക്കി എല്ലായിടത്തും തപ്പി. ഇതെന്തെന്നറിയോ? കേശുവിനെ പേടിച്ച് ഒളിപ്പിച്ചു വെച്ചോ, ഇല്ലോ വാരി തിന്നും. ഇതും ആ അയ്യേ. ഓക്കെ, ദുബായിൽ ഞാൻ കിടലായിട്ട് ചായയൊക്കെ ഇടും. സിദ്ധു ചായ ആയോ? ഇപ്പൊ സെറ്റാവും. ഇപ്പൊ മോനല്ലായിരുന്നോ ചായ? അല്ല, എനിക്കാ. എന്നാ രാത്രി സിദ്ധു പറഞ്ഞ് രാവിലെ ചായ ഇട്ട് തരാം. അയ്യോ, എന്നാ പിന്നെ പറഞ്ഞാ പോരായിരുന്നോ എന്റെ കൈ കൊണ്ട് തന്നെ ലച്ചുവിന് ചായ ഇട്ട് കൊടുക്കണമെന്ന്? അത് പിന്നെ അപ്പൊ നീ എന്താ പറഞ്ഞേ? എനിക്ക് ചായ കുടിക്കാനോ? അതെന്ത് ഭാര്യക്ക് ചായ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ നാണക്കേടാ? അങ്ങനൊന്നുമില്ല. ഈഗോ അല്ലേ? ഈഗോ ഒന്നുമല്ല. ആ, അമ്മമ്മ എനിക്ക് സ്പൂൺ ഒന്ന് തരൂ, പറ്റിയ ഒരു ഗ്ലാസ്. ഒരു കപ്പ് എടുക്ക. സാധനങ്ങളൊക്കെ അവിടെ അതൊക്കെ മാറ്റി വെച്ചു. അത് ശരി. ലച്ചൂസിന് എന്റെ വക സ്പെഷ്യൽ കട്ടൻ ചായ. കുടിച്ചിട്ട് നോക്കാം സ്പെഷ്യൽ ആണോ അല്ലയോന്നൊക്കെ. കുടിച്ചു നോക്കിക്കോ. അരിച്ചില്ല? അരിച്ചല്ലോ. അരിച്ചില്ലല്ലോ. അതിന്റെ അടിയിലാണല്ലോ അരിച്ചതിന്റെ സാധനം ഉള്ളേ. കുഴപ്പമില്ല, കുടിക്കാവുന്നതാ. ചൂട്. എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. കൊള്ളത്തില്ല. കൊള്ളത്തില്ലേ? നല്ല ചായ. കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്, അത് ഇട്ടിട്ട് ശരിയായിക്കോളും. ഓക്കെ. കൊറേ നേരം കൊണ്ട് കാക്ക ഇരുന്ന് കരയുന്നു. ഇന്ന് ആരോ ഇവിടെ വിരുന്നുകാർ വരുന്നുണ്ട്. വിരുന്നുകാരാ? വിരുന്നുകാരി വരട്ടെ, അത് നല്ലതല്ലേ മുമ്പേ. அப்படின்னா ஸ்பெஷல் ഉണ്ടാക്കണமா? വേണ്ട, ഒന്നും വേണ്ട. ഭവാനി, ഹായ് അപ്പൂപ്പൻ. അപ്പൂപ്പ കാണുമ്പോൾ അപ്പൂപ്പ എന്നുള്ള വിളി മാത്രമേ ഉള്ളൂ. നീ എന്തോടാ പെട്ടെന്ന്? അല്ല, ഞാൻ പോയേക്കാം. അമ്മൂമ്മ, അപ്പൂപ്പൻ കലിപ്പിലാന്ന് തോന്നുന്നു. ആണോ ശങ്കര? എനിക്ക് കലിപ്പൊന്നുമില്ല, സങ്കടമേ ഉള്ളൂ. என்ன மாமா, வீட்ல ஏதா பிரச்சனையா? വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തോളാം. നെച്ചോടെ അവൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ കാര്യം പറ. ആ, ഓ, അവക്കിപ്പം എന്നെ ഒന്നും വേണ്ടല്ലോ അപ്പൂപ്പനെയൊന്നും. என்ன மாமா அது? அப்படியெல்லாம் சொல்லக்கூடாது மாமா. പിന്നെ ഞാൻ എപ്പടി ചൊല്ലണം? ഞാൻ ആരും അപ്പൂപ്പനല്ല. അപ്പൂപ്പനല്ലേ? അപ്പൂപ്പനല്ല. എന്നാ ചേട്ടൻ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടനാ?
അപ്പൂപ്പൻ. ആണല്ല, അപ്പൊ അപ്പൂപ്പനാണല്ല. ആ അത് നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ അപ്പൂപ്പനാണെന്ന്. ഈ വീട്ടിൽ നല്ലൊരു കാര്യം നടന്നപ്പോ നീ എന്നെ വിളിച്ചറിയിച്ച. അതിനിവിടെ നല്ല കാര്യമൊന്നും നടന്നില്ലല്ലോ ശങ്കര. അത് തന്നെ, ഇവിടെ നല്ല കാര്യമൊന്നും നടന്നില്ലല്ലോ. നല്ല കാര്യം നടന്നില്ലേ, പിന്നെ സിദ്ധു വന്നതാ. ആ അത് നല്ല കാര്യം. ആ അത് ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ മെസ്സേജ് ചെയ്തൊക്കെ നോക്കാൻ എനിക്കറിയാമോ? എന്നെ വിളിച്ചു പറഞ്ഞൂടെ എനിക്ക്? അതായിരുന്നല്ലോ ഇത്ര കലിപ്പ്. അപ്പൊ ക്ഷമിക്കാം അപ്പൂപ്പ, ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കേ. ഞാൻ സിദ്ധുവിനെ വിളിക്കാം. ആരെയും വിളിക്കണ്ട, ഞാൻ 2 വാക്ക് സംസാരിക്കാമെന്നാണ്. സംസാരിച്ച് ഞാൻ പോകും. ആ അപ്പൂപ്പ അങ്ങനെ അങ്ങ് പോവല്ലേ? അപ്പൂപ്പ നമസ്കാരം. ഇത് എപ്പോ എത്തി? ഇതാര്? ലച്ചൂസേ, അപ്പൂപ്പൻ എന്നെ മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലായി, നമ്പറാ. ഈ അപ്പൂപ്പന്റെ ഓരോ കാര്യം ഇങ്ങോട്ട് വന്നേ കെട്ടിപ്പിടിക്കട്ടെ. ഞാൻ അപ്പൂപ്പ നിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ, എന്നാ ഉണ്ട്? ലച്ചൂസേ, ഞാൻ ഇന്നലെ രാവിലെ നിന്റെ അടുത്ത് പറഞ്ഞല്ലായിരുന്നോ അപ്പൂപ്പൻ ഇന്ന് നമ്മളെ കാണാൻ വേണ്ടി വരുമെന്ന്? അപ്പൂപ്പൻ വന്നു. അപ്പൂപ്പ ഞാൻ ഇന്നലെ പറഞ്ഞോളൂ അപ്പൂപ്പൻ ഇന്ന് വരുമെന്ന്. കഞ്ഞി മക്കളെ അവൻ പറഞ്ഞ? ആ ശരി, അവൻ പറഞ്ഞായിരുന്നു അപ്പൂപ്പൻ ഇന്ന് വരുമെന്ന്. എനിക്കറിയാം മക്കളെ, നീ നമ്മളാ ക്ഷമിക്കണല്ലേ. മക്കളെ അങ്ങോട്ട് വാ, ഒരു കാര്യം പറയും. പിന്നെ ഗൾഫിൽ പോലുള്ള കൂട്ടുകാർക്കൊക്കെ സുഖം തന്നെ? എല്ലാവർക്കും സുഖം അപ്പൂപ്പ, എല്ലാവർക്കും സുഖം. അവിടെ എങ്ങനെ മണ്ണാത മരുഭൂമിയാ? മൊത്തം മരുഭൂമിയും ചൂടും. ചൂടും ഉണ്ടല്ലേ? ഗൾഫിൽ നിന്ന് സാധനമൊന്നും കൊണ്ടൊന്നില്ലേ? പിന്നെ കൊണ്ടുവരാതിരിക്കുമോ? പിന്നെ ഏത്? അല്ല അപ്പൂപ്പ ഞാനേ അർജന്റ് ആയിട്ടൊന്ന് പുറത്തു പോവാം. പുറത്തു പോയിട്ട് വന്നിട്ട് സെറ്റ് ചെയ്യാം. തന്നിട്ട് പോടാ. അപ്പൂപ്പ ഞാനിപ്പോ വരുമെന്ന്. അപ്പൂപ്പൻ ഒരു കള്ളം തന്നെ. പോയിട്ട് വരാം. ഓക്കെ, അന്ന് പോയിട്ട് പെട്ടെന്ന് വരണം. പെട്ടെന്ന് വരുമെന്ന്. ഞാൻ പോയിട്ട് വരാം. ആ മക്കൾക്ക് അപ്പൂപ്പനെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലല്ലേ? ഞാൻ ആദ്യം ഓടി വന്നല്ല, അപ്പ എന്നെ തട്ടി വിട്ടില്ലേ? എന്റെ പൊന്നു മക്കളെ, അപ്പൊ ദേഷ്യത്തിലല്ലേ ഇവിടെ നിന്നത്? കഴിക്കാനൊന്നുമില്ലേ? இருக்கு மாமா, எல்லாமே இருக்கு. അപ്പൊ മറ്റത് എടുത്ത് വായി, ഞാനാ പറഞ്ഞേ. இப்பவே எடுத்து தரேன். മക്കളെ ഓ ഇത് ദോശേതാ? ഇന്നെന്താ പോയ ഇന്നെന്താ ദോശ? ദോശ. ശരി ശരി, പിന്നെ കഴിച്ചിട്ട് വരാം. മക്കൾ വാ, നമുക്ക് ദോശ കഴിക്കാൻ പോണ്ടേ? എവിടെ പോയത്? ഇപ്പൊ വരാന്ന് പറഞ്ഞല്ലേ പോയത്? പിന്നെ കണ്ടൂല്ലല്ലേ? എന്താ അപ്പൂപ്പ? സിദ്ധു വിളിച്ചിരുന്ന വരൂലെന്നല്ലോ പറഞ്ഞ? സിദ്ധു വിളിച്ചൊന്നുമില്ല, നേരത്തെ വരാതും പറഞ്ഞിട്ടല്ലേ പോയത്. അത് തന്നെ. എന്ത് മക്കളൊന്നും ഒരു കാര്യം ചെയ്യൂ, എന്താ വിളിച്ചു നോക്കൂ, എവിടെ നിൽക്കുന്നറിയാമല്ലോ. അതിന് വിളിക്കണെന്തിനാ? അവനിങ്ങ് വന്നോളും. ശരി, എൻ്റെ അടുത്ത് വരുമെന്നാണ് പറഞ്ഞത്. എങ്കിലും എന്തു പറ്റി? അല്ല, ഒന്ന് വിളിച്ചു നോക്ക് മക്കളെ, എന്തിനാണെന്ന് അറിയാമല്ലോ. ഇപ്പം വരുമോ ഇല്ലേ എന്നുള്ളത്. അവൻ വരില്ലേ, അവനിപ്പൊ പോയല്ലേ ഉള്ളൂ. മോളെ, സിദ്ധുമോൻ എപ്പോ വരും? ആ വരുമ്പോഴേ കുറച്ച് മുട്ടയും കൂടെ മേടിച്ചോണ്ട് വരാൻ പറയണേ. അതൊന്നും മാറ്റാൻ സമയമൊന്നും കിട്ടൂല. മുട്ട വാങ്ങിച്ചോണ്ടിരിക്കും അവൻ ഇവിടെ വരാൻ നോക്കല്ലേ. മുട്ട മേടിക്കാൻ സമയമില്ലെന്ന് നീ എന്തോ പറയുന്നേ? നിനക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല. ഈ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ചൂട് വെള്ളം ചൂടാക്കി കൊണ്ടുപോവാ. പിന്നെ ചൂടുവെള്ളം അങ്ങോട്ട് വരാമെങ്കിൽ തരാം. ഞാൻ സിദ്ധുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീ പോ, വിളിച്ചാ. അല്ല, ഞാൻ മുട്ടയുടെ കാര്യം മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ, വിളിച്ചൊന്നുമില്ല. നോക്ക്, അങ്ങോട്ട് വരാമെങ്കിൽ വെള്ളം തരാം, ഇങ്ങോട്ട് കൊണ്ട തരത്തില്ല. അങ്ങോട്ട് വരാം, നീ പോ. പോടി. ആ അങ്ങോട്ട് മക്കൾ മെസ്സേജ് അയച്ചാ വരാൻ വേണ്ടിയിട്ട്. വരാൻ വേണ്ടല്ല, മുട്ടയും മേടിച്ചോണ്ട് വരാൻ വേണ്ടിട്ട്. ഒന്ന് വിളിച്ച് തോയത് മക്കളെ, എവിടെ നിൽക്കുന്ന എന്തിനാണെന്ന് തോയത്. എന്താണ് സിദ്ധുവിനെ കാണാൻ ഇത്ര തിടുക്കം? മക്കളെ, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് സാധനം കൊണ്ടുവന്ന സാധനം അവിടെ പെട്ടിയിലിരിക്കുന്നു. അത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. അത് എന്തിനെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒപ്രാളം.
അപ്പൂപ്പ പുറത്തു വാ. ഞാൻ വരണമൊന്നുമില്ല മക്കൾ പോ. അപ്പൂപ്പ കുപ്പി അന്വേഷിച്ചുള്ള പരക്കമ്പാച്ചിലാണെങ്കിലേ അതൊന്നും ഇല്ല. ആ അതില്ലേ അവൻ പറഞ്ഞല്ലേ എനിക്ക് സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ട്. ആഹാ അത് അപ്പൂപ്പ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ദേ സിദ്ധു, ആ സിദ്ധു, ആ ബാഗില്ല. അത് ശരി, അതപ്പോ കൊടുക്കാനുള്ളതായിരുന്നോ? ആ അതിനടുത്ത് വെക്കാം. ശരി പോരാവേ. കൂടെ എത്തേര് പറഞ്ഞത് എന്തോ ഒരു സാധനം എടുത്ത് വെക്കാൻ. സാധനം എടുത്ത് വയ്ക്കാനാ? എന്തൊരു സാധനം? അതെനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് എന്തോ ഒരു സാധനം ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കും. ആ? അയ്യോ, എനിക്ക് തരാനുള്ള സാധനം ആർക്കെങ്കിലും കൊടുക്കാനാണ്. അയ്യോ